ഓം ശാന്തി. ഓറ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിരിക്കുന്നൊരു ഘടകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇടപഴകുന്ന 5 ആളുകളുമായിരിക്കുന്ന സംബന്ധം കഴിയുമ്പോൾ അഥവാ ബന്ധം കഴിയുമ്പോൾ ആരോടൊക്കെ സംസാരിച്ചോ, ആരുടെയൊക്കെ കൂടെ ഇരുന്നോ, ആരുടെ കൂടെയൊക്കെ ഇടപഴകിയോ അതിൻ്റെയൊക്കെ പ്രഭാവം തീർച്ചയായിട്ടും നിങ്ങളുള്ളിൽ ഉണ്ടായിരിക്കും. ഒരാൾ ബസ് കയറിയിട്ട് ഓഫീസിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റും നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചാൽ അത്ര രീതിയിൽ നമ്മുടെ തന്നെ സങ്കല്പം കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഊർജ്ജ മണ്ഡലമുണ്ട്. അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ ഓൾറെഡി BK ഷീബയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയുള്ളതായിട്ടൊരു മെഡിറ്റേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ കമൻട്രിയാണത്. അത് ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ഓറ പവർഫുൾ ആക്കാം. പക്ഷേ അതിനിരിക്കുമ്പോൾ സപ്പോസ് നിങ്ങൾക്ക് മനസ്സ് ഏകാഗ്രമാകുന്നില്ല എങ്കിൽ കുറച്ച് സ്ഥൂലമായിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഓറ ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാം. പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുമ്പോൾ ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ ചെയ്യാനാണ് ഇരിക്കുന്നത്, പക്ഷേ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നു പോകുന്നു, എൻ്റെ ഏകാഗ്രത കിട്ടാതെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ബോറടിച്ച് ഞാൻ എഴുന്നേറ്റ് പോരും, അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായിട്ട് ഞാൻ മതിയെന്ന് വിചാരിക്കും, എനിക്ക് കോൺസെൻട്രേഷൻ കൂടെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. അതിനൊരു മുഖ്യമായിരിക്കുന്ന ഘടകം, നിങ്ങൾ പലപ്പോഴും പല ആളുകളുമായിട്ടും സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വാക്കുകൾ, അവരുടെ വൈബ്രേഷൻ, അവരുടെ ഊർജ്ജമണ്ഡലം നമ്മുടെ ഊർജ്ജമണ്ഡലവുമായിട്ട് ക്ലാഷ് ആവും. അഥവാ ഒന്നിച്ചു ചേരുന്ന സമയത്ത് മറ്റൊരാളുടെ ഊർജ്ജമണ്ഡലം നമ്മുടെ ഊർജ്ജമണ്ഡലമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അഴുക്കാണ്. ഇനി സപ്പോസ് ഹൈലി പോസിറ്റീവായിട്ടുള്ളതാണോ, അത് നിങ്ങൾക്ക് ഊർജ്ജം തരും, അവരുടെ ഊർജ്ജം കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ ഊർജ്ജത്തെ വലിച്ചെടുക്കുന്ന, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു, പവർഫുൾ തോട്ട്സ് ക്രിയേറ്റ് ചെയ്തു, അഫർമേഷൻ ചെയ്തു, എല്ലാം ചെയ്തിട്ട് ഭയങ്കര പവർഫുള്ളായിട്ട് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ എത്രയോ ആളുകളുമായിട്ട് ഇടിച്ച് മുന്നോട്ട് പോയിട്ട് വേണ്ടി വരും നമുക്ക് നമ്മുടെ സീറ്റിലിരിക്കാനും എനിക്ക് വരാനും. സാധാരണക്കാരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കാറിൽ പോവുക അല്ലെങ്കിൽ ബൈക്കിൽ പോവുക ഇതൊന്നും എന്നും എല്ലാവർക്കും പറ്റുന്ന ഘടകമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ തൻ്റെ ജീവിതം വളരെ സാധാരണമായി ജീവിക്കുമ്പോൾ, ഇനി പോട്ടെ ഒരു ഓഫീസിൽ തന്നെയാണെന്ന് വിചാരിക്കുക, ഒരു ദിവസം എത്ര ആളുകളായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും, എങ്ങനെയൊക്കെയോ ഉള്ളതായിരിക്കുന്ന ആളുകളായിട്ടും ഇടപഴകേണ്ടി വരും. ചിലർ വളരെ ഇറിറ്റേഷൻ ആയിരിക്കും, ചിലർ ഭയങ്കര ദേഷ്യം കൊണ്ട് അവരുടെ എനർജി മുഴുവൻ നെഗറ്റീവായിട്ട് വരുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരികയാണെങ്കിൽ വളരെ വേഗം നമ്മുടെ എനർജി ലൂസായി പോകും. ചില ആൾക്കാർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, എന്നാലും മറ്റൊരാളായിട്ട് നമ്മൾ ഇടപഴകി പോകുമ്പോൾ സപ്പോസ് അവർ യാതൊരു രീതിയിലും അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ശുദ്ധിയോ അല്ലെങ്കിൽ സാധനയോ ചെയ്യാത്തൊരാളാണ് എങ്കിൽ അവരുടെ ഊർജ്ജമണ്ഡലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് വൈബ്രേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ വൈബ്രേഷൻ നിങ്ങളുടെ ഓറയെ വീക്കാക്കിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഓരോ ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് അവർ പവർഫുൾ ആൻഡ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഊർജ്ജം കിട്ടുമായിരിക്കും. ബാക്കിയുള്ള എല്ലാ ആളുകളും നമ്മുടെ ഊർജ്ജം വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നൊന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കിടന്നാൽ മതിയെന്ന് തോന്നിപ്പോവും, ക്ഷീണം അനുഭവപ്പെടും. വന്നിട്ടൊരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി ബാക്കി കാര്യങ്ങൾ ചെയ്തെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ആവുന്നില്ല എന്നൊരവസ്ഥ വരും. കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ പിന്നെയും ഇരുന്ന് വർക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ ഉറക്കം തൂങ്ങിപ്പോവും. പഠിക്കേണ്ട കുട്ടികളാണെങ്കിൽ പഠിക്കാൻ അവർക്ക് ഏകാഗ്രത ഇല്ലാതായി പോകുന്നത് കാണാം. ഇതിനൊക്കെ ഓറ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ പുറമെ പോയി വരുമ്പോൾ സമയത്ത് കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും, ഇനി അഥവാ നിങ്ങൾക്ക് വല്ലാതെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉപ്പ് പറയുമ്പോൾ ഒരു പിടി ഉപ്പൊന്നും അല്ല കേട്ടോ, നമ്മളൊരു പിഞ്ച്, ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടിട്ട് എരിയാനൊന്നും മേലൊഴിയുമ്പോൾ എരിച്ചിലെടുക്കാനൊന്നും നിൽക്കരുത്. ഒരു 2 നുള്ളു മാത്രം, 2 ഓരോന്നും എടുത്തിട്ടിട്ട് ആ വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങൾക്ക് വളരെ സഹായമായിരിക്കും. ഇനി അതും കഴിഞ്ഞ് വന്നിരുന്നു, അങ്ങനെയും റെഡിയായിട്ട് വന്നിരുന്നു മെഡിറ്റേഷന് വേണ്ടി, എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓറയിൽ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് എളുപ്പത്തിലൊരു പ്രൊസീജിയർ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങളുടെ ഓറയെ ക്ലീൻ ചെയ്യാൻ. ഞാൻ എപ്പോഴും അമ്പലങ്ങളിൽ പോകുമ്പോൾ ഈ പഞ്ചോപചാര പൂജയിലൊക്കെ തന്നെ ധൂപം, ദീപം എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടാവും. ഈ ധൂപം അഥവാ ചന്ദനത്തിരിയുടെ പുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഓറയെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. നമുക്കും അറിയാം, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വന്ന് കയറുമ്പോൾ
അവിടെ നല്ല ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ക്ലീൻ നീറ്റാണെങ്കിൽ കയറുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോവും ഒന്ന് ഫ്രഷായ പോലെയെന്ന്. പലപ്പോഴും ഞാൻ അനുഭവിക്കാറുണ്ട്. നമ്മൾ പല പരിപാടിക്കും പുറത്ത് പോയി ഒരുപാട് ആളുകളായിട്ട് ഇടപഴകി വന്ന് സെൻറ്ററിൽ നമ്മൾ വന്ന് കയറുന്ന സമയത്ത് അവിടെ മെഡിറ്റേഷൻ്റെ വൈബ്രേഷൻ, ചന്ദനത്തിരിയുടെ സുഗന്ധമൊക്കെ ആയിട്ട് ഫ്രഷ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയ മുറിയിൽ നമ്മൾ എൻ്റർ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നിപ്പോവും എൻ്റെ ക്ഷീണമൊക്കെ മാറിപ്പോയി എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ള ഒരു ചെറിയ മെത്തേഡ് പറയുകയാണ്. സപ്പോസ് ബാക്കി എല്ലാ രീതികളിലും നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓറയെ ക്ലീനിങ് ചെയ്യാൻ പറ്റുന്നില്ല, മെഡിറ്റേഷനിൽ ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചന്ദനത്തിരി എടുക്കുക. നല്ല സുഗന്ധമുള്ള ചന്ദനത്തിരി, ഏത് തിരിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്ക് ചില തിരികൾ ചന്ദനത്തിരി കത്തിച്ച് കഴിയുമ്പോൾ അതിന് മണം വരുമ്പോൾ ചിലർക്ക് അലർജി വരും, ചിലർക്ക് അതിന് മണം തീരെ പറ്റാതെ വരും, അങ്ങനെയൊക്കെ വരുന്നതുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടായിരിക്കുന്ന നല്ല സുഗന്ധമുള്ളതായിട്ടുള്ളൊരു തിരി കത്തിക്കുക. തീപ്പെട്ടി കൊള്ളി കത്തിച്ചിട്ട് അതിലാണെങ്കിലും കുഴപ്പമില്ല, ഇതേ രീതിയിലൊരു ചന്ദനത്തിരിനൊന്ന് കത്തിച്ചെടുക്കുക. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരത് കണ്ടിട്ട് പിന്നെ ഇതുകൊണ്ട് എന്തുണ്ടാവാനാണ് എന്ന് ചിന്തിക്കാനൊരു സാഹചര്യം കൊടുക്കല്ലേ. ഏറ്റവും നല്ലത് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ ദേവതമാർക്ക് നമ്മൾ ഇങ്ങനെ ധൂപം കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് സ്വയം നമ്മുടെ ഓറയിൽ ചെയ്യാം. ഇതേ രീതിയിൽ ഒരു 3 തവണ നമ്മുടെ ഓറയിൽ. കാരണം ഇത് അഗ്നിയാണല്ലോ, അഗ്നിക്ക് നെഗറ്റീവ് എനർജീനെ വലിച്ചെടുക്കാനുള്ള നല്ല ശക്തിയുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് നാരങ്ങയുടെ മേലെ തിരി കത്തിച്ചൊക്കെ ഒഴിയുമ്പോൾ വളരെ നെഗറ്റീവിൻ്റെ മാക്സിമം നിൽക്കുകയാണെങ്കിൽ പോലും നാരങ്ങയുടെ മുകളിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് ആ അഗ്നി കൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അവരുടെ ആ ഒരു ഓറയുടെ എഫക്റ്റ് എന്താ വെച്ചാൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. കണ്ണ് തട്ടുന്നതാണെങ്കിലും വേറെ എന്തെങ്കിലും നെഗറ്റീവ് എനർജികളുടെ അറ്റാക്ക് ആണെങ്കിൽ ഇതുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൽ അഗ്നിയുടെ അംശമുണ്ടല്ലോ, സുഗന്ധമുണ്ട്, അഗ്നിയുടെ അംശമുണ്ട്. സുഗന്ധവും അഗ്നിയും കൂടി ചേരുമ്പോൾ അത് നെഗറ്റീവായിരിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ചുറ്റും ഒരു 7 തവണ ഇതേ രീതിയിൽ 2, 3, 4, 5, 6, 7 ഇത് വേറെ ആരും ചെയ്തു തരേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ചന്ദനത്തിരി കൊളുത്തിയിട്ട് നിങ്ങൾ ചെയ്തു നോക്ക്. പെട്ടെന്ന് നമുക്ക് സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ആ ഓറയിൽ നിന്നുള്ളതായിട്ട് എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് പൂർണ്ണമാവുന്നല്ല പറയുന്നത്, ഇത് ആദ്യത്തെ സ്റ്റെപ്പിലൊരു ക്ലീനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മെഡിറ്റേഷനിൽ മുന്നേറാനും നിങ്ങളെ ചാർജ് ചെയ്യാനും സാധിക്കും. ഇതേ രീതിയിൽ ഓറ ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ്റെ സ്റ്റെപ്പിലേക്ക് എൻട്രി ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇതിനു വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം കൈകാലും മുഖമൊക്കെ കഴുകി ശുദ്ധമായിട്ട് മെഡിറ്റേഷൻ ഇരിക്കുന്നേക്കാൾ മുന്നാണ് ഇത് ചെയ്യേണ്ടത്, ഓറ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പുറമെന്ന് ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുമല്ലോ, ഒരുപാട് പേരുടെ കൈ ടച്ച് ചെയ്ത് വരുന്ന സാധനമല്ലേ. ഏതൊരു സാധനത്തിൻ്റെ ഓറ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ ഒരു ചന്ദനത്തിരി അതിന് ചുറ്റും ഇങ്ങനെ കാണിച്ച് ആ ഒരു പുകയിലൊന്നാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അതിന് കഴുകിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ സാധനങ്ങളെയും അതിൻ്റെ എനർജി ഫീൽഡിനെ പോസിറ്റീവാക്കി ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഇത് ചെയ്ത ശേഷം നിങ്ങളിരുന്ന് മെഡിറ്റേഷനിൽ പരമാത്മാവിൻ്റെ സർവ്വശക്തിവാൻ്റെ കിരണങ്ങൾ നമ്മൾ ഒഴുകി വന്ന് കുറേ സമയം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ആ സർവശക്തനായ ഭഗവാനെ സങ്കല്പത്തിൻ്റെ ഭാഷയിൽ സമീപത്തേക്ക് വിളിക്കുക. എൻ്റെ ഭഗവാനെ എൻ്റെ സമീപത്ത് വരുമെന്ന് വിചാരിക്കുക. ആ പ്രകാശം തലയുടെ മേലെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുക. ആ ചെറിയൊരു സൂര്യനെ പോലെ ഭഗവാൻ തലയുടെ മേലെ ഉദിച്ചു നിൽക്കുകയാണ്. ആ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ നിറയുന്നു. പതിയെ പതിയെ നമ്മുടെ തലയിലൂടെ, കണ്ണിലൂടെ, മുഖത്തിലൂടെ, കഴുത്തിലൂടെ, അങ്ങനെ കാലിൻ്റെ പെരുവിരൽ വരെ ശരീരത്തിലെ എല്ലാ കണങ്ങളിലും ആ പ്രകാശം നിറയുന്നു. ആ പ്രകാശം നിങ്ങളുടെ ചുറ്റും ഒരു പ്രകാശ പ്രഭാമണ്ഡലമായി മാറുന്നു. ഇത് 2-3 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറ പവർഫുൾ ചാർജ്ഡായി. അതിനൊരു പ്രാവശ്യം ഇത്തരത്തിൽ ലോക്ക് ചെയ്യുകയും കൂടെ ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓറയുടെ നെഗറ്റീവൊക്കെ കളഞ്ഞുകൊണ്ട് എഗെയിൻ ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയായി ബാക്കി സമയം ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.